ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഹാഫ് ഡേ വ്ളോഗാണ് കേട്ടോ. ഇപ്പം സമയം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്, 1:30 ആയി സമയം. ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന ടൈമാണേ. ഐറയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോയത്. അവൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. വീട്ടിലിടുന്ന ടൈപ്പ് 2 ഉടുപ്പും പിന്നെ ഓണത്തിനിടാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഉടുപ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു. കടയിൽ പോയി കുറേ നോക്കിയിട്ടാണ് കേട്ടോ ഐറയ്ക്കൊരു ചെരുപ്പ് കിട്ടിയത്. അവളുടെ സൈസിനനുസരിച്ചുള്ളത് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. കുറച്ച് നോക്കുമ്പോൾ നല്ല വലുതായി പോവും, അല്ലെങ്കിൽ ഒന്നിൽ ഭയങ്കര ചെറുതായി പോവും. അങ്ങനെ കുറേ നോക്കിയിട്ടാണ് കേട്ടോ ചെരുപ്പൊക്കെ കിട്ടിയത്. വരുന്ന വഴിക്ക് ഓണച്ചന്തയിൽ നിന്നൊരു പായസവും മേടിച്ചു കേട്ടോ. അങ്ങനെ അതും കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് വന്നേ. ഇറക്കി വാങ്ങിയ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ, ഉടുപ്പും ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നത്. ഉച്ചയായതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിൻ്റെ വാശിയൊക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്കല്ലേ, ഷെറിച്ചിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഐറ ഉറങ്ങി കേട്ടോ. കുറേ സമയം ഉറങ്ങി. അങ്ങനെ ഞങ്ങളും വെപ്രാളം പിടിച്ചിട്ട് വേഗം എല്ലാം പാക്ക് ചെയ്തെല്ലാം റെഡിയായി ഇറങ്ങി കേട്ടോ. ട്രെയിനിലുള്ള സീനൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. ഓണം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ RACയും കൂടെ ആയിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞങ്ങൾ അങ്ങനെ ഷെറിച്ചിൻ്റെ വീട്ടിൽ രാത്രി 1:30 ആയപ്പോഴാണ് കേട്ടോ എത്തിയത്. ശരിക്കും ടയേർഡായിട്ടാണ് എത്തിയതെങ്കിലും ഐറ വന്നപാട് തന്നെ അവൾ ഭയങ്കര ചാട്ടവും ബഹളമൊക്കെ ആയിട്ടങ്ങ് കളി തുടങ്ങി കേട്ടോ. അവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഇവിടെ എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ ആൾ ഭയങ്കര ഹാപ്പിയാണ്. കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ അലമാരയുടെ ഡ്രോ എല്ലാം തുറന്ന് ചേർപ്പും അങ്ങനെ അതും ഇതും ഒക്കെ എടുത്ത് ഫുൾ എൻജോയ്മെൻ്റ് ആണ്. ഇവിടെ വീട്ടിൽ ഷെറിച്ചിൻ്റെ മമ്മിയും പപ്പയും ആണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ വരുന്നതും കാത്ത് ഉറങ്ങാതെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നേ. പിന്നെ വന്ന ഉടനെ തന്നെ കട്ടൻ ചായയൊക്കെ ഇട്ട് മമ്മി ഉണ്ടാക്കിയ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് സമയമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്കാണ് കേട്ടോ വീട്ടിലോട്ട് വന്നത്. പക്ഷെ യാത്രയുടെ ഒരു ഇതും ഐറയ്ക്കില്ല കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയേ. ട്രെയിനിലും ഐറ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഒരു 11:30 ആയപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ സ്റ്റേഷനിലെത്തി ഇറങ്ങാറായപ്പോഴത്തേക്ക് ഉണർന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഞങ്ങളൊരു 3:30 ആയപ്പോൾ ഇറങ്ങിയേ. ട്രെയിൻ വൈകുന്നേരം 5 മണിക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ മാർക്കറ്റിലെല്ലാം കയറിയിട്ടാണ് കേട്ടോ വന്നത്. ഓണം ആയത് കൊണ്ട് തന്നെ കുറച്ച് പച്ചക്കറിയും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചിട്ടാണ് വന്നത്. ഇവിടുന്ന് ഷെറിച്ചിൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ കുറച്ച് ദൂരമുണ്ട് കേട്ടോ. പിന്നെ ഷെറിച്ചിൻ്റെ വണ്ടിയെല്ലാം അവിടെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എപ്പോഴും പുറത്ത് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നത്. മാർക്കറ്റിൽ കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ ഈ 2 സ്പെഷ്യൽ ഐറ്റവും. ഒരു വെളുത്തുള്ളി അച്ചാറും പിന്നെ ഒരു ഡേറ്റ്സിൻ്റെ അച്ചാറും കേട്ടോ. ഡേറ്റ്സ് മാത്രമേ പേരിലുള്ളൂവെങ്കിലും പൈനാപ്പിളും ഗ്രേപ്സും അങ്ങനെയൊക്കെ ഉള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ്. അതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഞങ്ങളത് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. പിന്നെ പച്ചക്കറിയൊക്കെ പ്ലാസ്റ്റിക് കവറിലെല്ലാം കൊണ്ടുവന്നതല്ലേ, അങ്ങനെ ഇരുന്നാൽ മോശമായി പോകുന്നതുകൊണ്ട് തന്നെ എല്ലാം ടേബിളിലെല്ലാം നിരത്തിയൊക്കെ വെച്ച് കേട്ടോ വന്നപാട് തന്നെ. ട്രെയിനിൽ വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. ഐറയെ കുളിക്കാൻ വേണ്ടി പുറകെ നടന്ന് വിളിച്ചിട്ട് കുറേ സമയം അവളെ പുറകെ നടക്കേണ്ടി വന്നേ. അങ്ങനെ പിന്നെ ദേഹമൊക്കെ കഴുകി അവളെയും ഫ്രഷാക്കി ഞങ്ങളൊന്ന് ഫ്രഷായി കേട്ടോ. ഉറങ്ങാൻ വേണ്ടി എത്ര ശ്രമിച്ചിട്ട് നടക്കുന്നില്ലേ. അവളെ പുറകെ കുറേ നേരം നടന്ന് കേട്ടോ. ആൾ ഭയങ്കര കളിയിലും ബഹളത്തിലും ഒക്കെയാണ്. അവസാനം രക്ഷയില്ലാതെ വന്നപ്പോൾ എന്നോട് കിടന്നോളാൻ പറഞ്ഞു കേട്ടോ. സമയം 3 മണിയായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറേ സമയം ഷെറിച്ചൻ അവളെ പുറകെ നടന്നു കേട്ടോ. കളിക്കാനെല്ലാം കൂടിയിട്ട് അങ്ങനെയെങ്കിലും ഉറങ്ങുമെന്ന് വെച്ചിട്ട്. പക്ഷെ ഒരു രക്ഷയുണ്ടായിരുന്നില്ലേ. ഇവിടെ പുതിയതായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അവളിങ്ങനെ ഓരോന്നും എടുത്തും ഓരോന്നൊക്കെ കണ്ടു ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. കുറച്ച് സമയം കിടന്നു നോക്കിയിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ, ഇവർ ഉറങ്ങാൻ വരാതെ. അങ്ങനെ പിന്നെ ഞാനും നേരെ ഹോളിൽ വന്നിരുന്നേ. പിന്നെ അവൾക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് വിശപ്പൊന്നും ഇല്ല കേട്ടോ. കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവൾക്ക് എല്ലാം ഇങ്ങനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയോ ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട് ആൾക്ക്. അങ്ങനെ ഓരോന്നെടുത്തും കണ്ടൊക്കെ അങ്ങനെ നടക്കുവാണ് കേട്ടോ. ഷെറിച്ചിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. RAC ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും കിടക്കാൻ പറ്റിയിട്ടില്ലായിരുന്നേ. ഷെറിച്ചിന് ഇങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ ഇങ്ങനെ അവളുടെ കൂടെ ഇരുന്ന് കളിക്കുവാണ് കേട്ടോ. അങ്ങനെ 1:30 വീട്ടിലെത്തിയ ഞങ്ങൾ അന്ന് ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്.
5 മണിയായപ്പോഴാണേ. അതുവരെ ഇവളെ പുറകെ തന്നെയായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീട്ടിൽ പോയപ്പോഴും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാ ദിവസവും വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് പോയതാണേ. ആകെ പക്ഷെ ഒറ്റ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്രാവശ്യവും ശരിക്കും വിചാരിക്കുന്നുണ്ട് എല്ലാ ദിവസവും വീഡിയോ എടുക്കണമെന്ന്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഓണത്തിൻ്റെയും മറ്റു വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.